NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വൻ വരവേൽപ്പ് നൽകി. രാവിലെ 11:30 ആലപ്പുഴയിലെ കിറ്റ് ഇന്ത്യ സ്മാരകത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് മണ്ഡലത്തിലെ ആദ്യ പര്യടനത്തിന് തുടക്കം കുറിച്ചത്. മുല്ലയ്ക്കൽ നഗരവീഥിയിലൂടെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സ്വീകരണ ചടങ്ങുകൾ നടന്നു. ലോക്സഭാ ചെയർമാൻ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. നേതാക്കളായ ദേശീയ സമിതി അംഗം വെള്ളായിക്കുളം പരമേശ്വരൻ, ദക്ഷിണമേഖലാ പ്രസിഡന്റ് കെ സോമൻ, സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി, ദക്ഷിണമേഖലാ സെക്രട്ടറിമാരായ ജിതിൻ ദേവ്, ബി കൃഷ്ണകുമാർ, BDJS നേതാക്കളായ അഡ്വക്കേറ്റ് ജ്യോതിഷ്, അനിയപ്പൻ, കലേഷ് മണിമന്ദിരം, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ T സജീവ് ലാൽ, അഡ്വക്കേറ്റ് PK ബിനോയ്, പൊന്നമ്മ സുരേന്ദ്രൻ, ജില്ലാ സെക്രട്ടറിമാരായ G വിനോദ് കുമാർ, ശാന്തകുമാരി, ജില്ലാ സെൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ഗണേഷ് കുമാർ, K പ്രദീപ്, LP ജയചന്ദ്രൻ, R ഉണ്ണികൃഷ്ണൻ, V ശ്രീജിത്ത്, സംസ്ഥാന സമിതി അംഗങ്ങളായ CA പുരുഷോത്തമൻ, C മധുസൂദനൻ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, സോഷ്യൽ മീഡിയ കൺവീനർ G ഹരിനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്ക് വലിയ ആത്മാഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. ലോകം ആരാധിക്കുന്ന രാജ്യത്തെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഏതൊരു വ്യക്തിയും ഒന്ന് കാണണമെന്നും അരികിൽ നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന കർമ്മധീരനും കരുത്തുറ്റവനുമായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പാർട്ടിയിൽ നമുക്കെല്ലാവർക്കും ഒത്തുചേരാൻ സാധിച്ചു എന്നുള്ളതും ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് താമര ചിഹ്നത്തിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്ക് മത്സരിക്കാൻ സാധിച്ചു എന്നുള്ളതും നമ്മൾ ഒരുമിച്ച് വീണ്ടും നമ്മുടെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ പാവപ്പെട്ടവന് ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ വളരുമ്പോഴും കൂടുതൽ കൂടുതൽ എളിമയോടെ സേവകന്മാരായിട്ട് മാറണം എന്നുള്ളതും സമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സാധാരണക്കാരെ, പാവപ്പെട്ടവരെ, തൊഴിലാളികളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള വാക്കുകളും ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ എന്നെ കുറിച്ച് എൻ്റെ ജനാധിപത്യ വിശ്വാസികളോടോ ആലപ്പുഴക്കാരോടോ ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഏതാണ്ട് ഒരു 30 വർഷം ഒരു പ്രവർത്തന ജീവിതത്തിൽ തികയാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചിട്ടുള്ളത്. സ്വർഗീയ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭവനവും ആലപ്പുഴ രൂപത ബിഷപ്പ് ജെയിംസ് ആനാപ്പറമ്പിനെയും രാഷ്ട്രീയ സ്വയം സേവക സംഘം സംഘചാലക് കേണൽ റാം മോഹൻ, ധീവര സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരനെയും സന്ദർശിച്ചു. തുടർന്ന് മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെയും ശോഭാ സുരേന്ദ്രൻ സന്ദർശിച്ചു. എന്നെ സംബന്ധിച്ച് എൻ്റെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയായാലും അത് ഒരുപോലെ തന്നെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പെൺകുട്ടികളെ വേദനിപ്പിക്കപ്പെടുമ്പോൾ, ഇവിടുത്തെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തേണ്ടി വരുമ്പോൾ, ആ സമയത്തെല്ലാം തന്നെ എന്തൊരു സംഭവം അത് തിരുവനന്തപുരത്തുണ്ടായാലും അല്ല അത് പാലക്കാടുണ്ടായാലും അല്ല തൃശ്ശൂരിലുണ്ടായാലും ഒരുപോലെ തന്നെയാണ്. കാരണം ഞാനും ഒരു സ്ത്രീയാണ്. അപ്പോൾ ആലപ്പുഴ എന്ന് പറയുന്ന സമയത്ത് വലിയ ഒരു വികസനത്തിൻ്റെ സാധ്യതയുള്ള ഒരു നാടാണ്. ആ വികസനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജിയോടൊപ്പം ആലപ്പുഴയുടെ വിവിധ മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് പോകണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. ആലപ്പുഴയിലെ ആളുകൾ സ്നേഹമുള്ളവർ തന്നെയാണ്, അവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കുറേ നാൾ അവർ പലരെയും സെലക്ട് ചെയ്തു, അവർ പലരെയും വിജയിപ്പിക്കാൻ ശ്രമിച്ചു, പലരും ജയിച്ചു പോയി. പക്ഷേ അവരുടെ സ്വപ്നങ്ങളെല്ലാം അതുപോലെ തന്നെ കിടക്കുക. അതിനൊരു മാറ്റം ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.